പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ് ദുരന്തബാധിതരായ മനുഷ്യർ. അടിഞ്ഞുകൂടിയ മാലിന്യമാകും അവർ നേരിടുന്ന വലിയ പ്രശ്നം. അവിടെ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സിലായാലും പ്രശ്നം അറിയാതെ ഇടയ്ക്ക് പുറത്തേക്ക് വരുന്ന മാലിന്യമാണ്. 2 പ്രസ്താവനകൾ. കേരളത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റേത്, തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റേത്. കേട്ടാൽ ആരും ചോദിച്ചു പോകും, മര്യാദ എന്നൊന്നും ഇല്ലേ? ഇന്നത്തെ പ്രൈം സ്റ്റോറി. ആദ്യത്തെ ഗ്യാരണ്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോകും, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇതൊക്കെ കേട്ട സ്ത്രീകൾ വോട്ട് ചെയ്തു. UDF അധികാരത്തിലെത്തി, സർക്കാർ വാക്കുപാലിച്ചു, സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ യാത്രയും കൊണ്ടുവന്നു. ആ വേദിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പിന്നെയും പറഞ്ഞു, അഭിമാനത്തോടെ നിങ്ങൾക്ക് ഈ ബസ്സിൽ കയറാം. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക, അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദരവ്, ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കണം. അന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത് എന്തെന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ പ്രിയദർശിനി ബസ്സുകളിൽ കയറാമത്രേ. ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം. ഇതൊക്കെ കേട്ട നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ആ ബസ്സുകളിൽ കയറി ആശ്വാസത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്കൊക്കെ സ്ത്രീകൾ ബസ്സുകളിൽ കയറി. വലിയ തിരക്കായി. അപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നതിൽ അല്പം വ്യത്യാസം വന്നു. ഒന്ന് കേൾക്കൂ. എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ശരിയാണ്, ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുണ്ട്, കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളുകളെക്കാൾ മെച്ചം സ്വകാര്യ സ്കൂളുകൾ എന്ന് അവർ കരുതിയിട്ടുണ്ടാകണം. സ്വന്തം കുട്ടിയെ എവിടെ പഠിപ്പിക്കണമെന്ന് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശമുള്ള നാടാണല്ലോ ഇത്. അത് സ്വകാര്യ സ്കൂളായാലും എയ്ഡഡ് സ്കൂളായാലും ഇനി സർക്കാർ സ്കൂളായാലും. അടുത്തത്,
അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമത്രേ. അതെ, അതിനാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ തുറന്നു വെച്ചിട്ടുള്ളത്. അവിടെ വരാന്തയിൽ കിടത്താതെ അകത്ത് കിടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ കുഴപ്പമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടി കുഴപ്പമാണെന്ന് കേട്ടിരുന്ന നമുക്കൊക്കെ മനസ്സിലായി. പക്ഷേ സാമ്പത്തിക വിദഗ്ധനായ മന്ത്രിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ചെറിയ ഒരു മയപ്പെടുത്തൽ മാത്രം. എന്തിനാണ് അവർ പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് തള്ളിക്കയറാൻ നോക്കുന്നത്? അവർക്കുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ഒരു ആസ്പിറേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിൻ്റെ ആസ്പിറേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ, ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും ഈ 3 രംഗത്തും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. പൊതുജനാരോഗ്യം അവകാശമാണ്, പൊതുവിദ്യാഭ്യാസം അവകാശമാണ്, മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം, സൗജന്യമായ യാത്ര അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് അല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനടക്കം എൻ്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ലല്ലോ സൗജന്യമാക്കാൻ. അപ്പോൾ ഒരു സ്വയം വിമർശനമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതാണ് ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോകാതിരിക്കാൻ മാർഗമില്ല, അവർക്ക് പൈസ ഇല്ല സാധാരണക്കാർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെയെങ്കിലും അവർ ട്യൂഷൻ കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളെപ്പോലെ ഇതുപോലെ ബുദ്ധിമുട്ട് വരരുതെന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നാണ് വിശദീകരിച്ച് മന്ത്രി പറഞ്ഞു വന്നതെങ്കിലും കേട്ടവർക്കൊക്കെ കുഴപ്പം തോന്നി. രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഗതാഗത മന്ത്രി ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയാണ് അപമാനിച്ചതെന്ന് MV ഗോവിന്ദൻ. കേരളത്തിലെ സ്ത്രീകളെ അപമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോഴും കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ പുരുഷ മേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ യാത്രയുടെ പണം കണ്ടെത്തുന്നത് എന്ന കാര്യം മന്ത്രി മറക്കാൻ പാടില്ല. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തിയായ ജനാധിപത്യ ശക്തികളുടെ, അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾ കൂടുതലായി പദ്ധതി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് മന്ത്രിയിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായതെന്നും സൗജന്യ യാത്ര സർക്കാരിന്റെ ഔദാര്യമോ ഭിക്ഷയോ അല്ലെന്നും CPI നേതാവ് ആനി രാജ. സ്ത്രീകൾക്കെല്ലാവർക്കും സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ച് സ്ത്രീകൾ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ അവർ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന സ്ത്രീകൾ അവരുടെ ആ അവകാശം അവരുപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യോജിച്ച കാര്യമല്ല. അതിനെ അതിശക്തമായി അപലപിക്കുകയാണ്. ആരോഗ്യവും അതുപോലെ തന്നെ യാത്രയും ഒക്കെ തന്നെ ഗവൺമെൻറ്റുകൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നൽകേണ്ടതാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അത് സാധ്യമാകുന്നില്ല. പക്ഷേ ഇത് അവർ പ്രോമിസ് ചെയ്തതാണ്. ആ പ്രോമിസ് ചെയ്തതിനെ നമ്മളെല്ലാം എന്തോ ഭിക്ഷയാചിക്കുന്ന മാതിരി ആ രീതിയിൽ അവഹേളിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഈ വരുമ്പോൾ സൗജന്യ ബസ് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ CP ജോണിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച MM മണി പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അന്ന് UDF MM മണിയെ എങ്ങനെയാണ് നേരിട്ടതെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ. അവകാശവും ഔദാര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ് സ്ത്രീകളെ അപമാനിക്കുന്നതല്ല ഈ സർക്കാരിന്റെ നയമെന്നായിരുന്നു റവന്യൂ മന്ത്രി അനിൽകുമാറിന്റെ പ്രതികരണം.
CP ജോൺ എന്താണ് പറഞ്ഞത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി. പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏതെങ്കിലും സ്ത്രീയോട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി നോക്കൂ. നമ്മൾ കേരളത്തിലെ സ്ത്രീകൾക്ക് അവിടെ കയറാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതല്ല. ഏത് സ്ത്രീ കയറി കഴിഞ്ഞാലും അവർ കേരളത്തിലുള്ളവരാണോ, ഇതര സംസ്ഥാനങ്ങൾ വന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണോ എന്നൊന്നും നോക്കാറില്ല. സ്ത്രീ ആയിക്കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമാണ്. സ്ത്രീകളെ അപമാനിക്കുന്നതല്ല ഈ ഗവൺമെന്റിന്റെ സമീപനം. ഒന്ന് ചില അഭിപ്രായം, അത് എന്താണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിലവിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ ഇത്രയും വിവാദമൊക്കെ ആയ സ്ഥിതിക്ക് റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആ പ്രസംഗം കേട്ട് കാണുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ പറയണം, എന്താണ് ആ പരാമർശത്തിലെ നിലപാടെന്ന്, ആ പ്രസംഗത്തോടുള്ള പ്രതികരണമെന്ന്. ഇത് അവകാശമാണോ അതോ ഔദാര്യമാണോ എന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ നാളെ തൊട്ട് പ്രിയദർശിനി ബസ്സിൽ കയറുന്ന സ്ത്രീകൾ ഒന്ന് മടിക്കും. വേറെ വഴിയില്ലെങ്കിൽ അവർ കയറുമായിരിക്കും. പക്ഷേ അത് അവരുടെ അഭിമാനം അവർ കയറുന്ന ബസ് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ടാണെന്ന് നമ്മുടെ സർക്കാർ മനസ്സിലാക്കണം.